യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കേട്ടിരുന്നതിന്റെ ഒരു ശൈലി വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരുന്നതാണ്. ടീച്ചറിനൊക്കെ ചീത്ത വിളിക്കണ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ അനൗൺസ്മെന്റ് വന്നു, ഇങ്ങനെ ഇത് പോവുകയാണ്, യാത്രക്കാർക്ക് ശുഭയാത്ര നേരുന്നു, അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നു. ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങളുടെ ശുഭയാത്ര എന്ന് പറഞ്ഞിട്ടോ ഇവിടെ ഭയങ്കര ചീത്ത. ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കാൻ തുടങ്ങിട്ടോ അവരുടെ ഒരു ശുഭയാത്ര എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ വഴി എന്നൊക്കെ കേൾക്കാം. അതൊക്കെ നമ്മള് ഏതോ ദിവസം ആലപ്പുഴ എടുത്തിരിക്കുകയാണ്, വഴി വേറൊരു ദിവസം എടുത്താ അതിനെ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള അരോചകമുണ്ട്. പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലായിരുന്നു, നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ എന്റെ ശബ്ദം, അത് ഭയങ്കര അത്ഭുതമായി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 661210 കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരുന്നതാണ്. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 662210 कोयंबतूर से मंगलूर तक जाने वाली कोयंबतूर मंगलूर इंटरसिटी एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 2 पर आएगी. The kind attention of passengers, train number 66210 from Coimbatore to Mangalore Coimbatore-Mangalore Intercity Express will arrive shortly on platform number 2. ഇനി പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ കാര്യമൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണൂര് മുതൽ പാലക്കാട് ഡിവിഷൻ വരെ ഇത് കേൾക്കാത്ത ട്രെയിൻ യാത്രക്കാര് ഉണ്ടാവത്തേ ഇല്ല. ടീച്ചറുടെ സൗണ്ട് അവർക്കൊക്കെ സുപരിചിതമായിരിക്കും. വെൽക്കം ടു മൂവി വേൾഡ്. ടീച്ചറെ സിജിന ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ടീച്ചർ മ്യൂസിക് ടീച്ചറാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ടീച്ചർ റെയിൽവേ ഉദ്യോഗസ്ഥയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ഉണ്ടാവും ഒരു തെറ്റിദ്ധാരണ. അപ്പൊ ടീച്ചറെ ശരിക്കും മ്യൂസിക് ടീച്ചറാണ് എന്നുള്ളത് അതിനുശേഷമാണ് നമ്മൾ അറിയണത്. ടീച്ചർ കുറെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു മടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് ടീച്ചറിനെ കിട്ടിയത്. ടീച്ചറെ പറയൂ. സത്യമാണ്, കുറെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എനിക്ക് തന്നെ ഇനി എങ്ങനെ നാട്ടുകാരെടുക്കും എന്നുള്ളതാണ് എനിക്ക് പേടി. നമ്മുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ എന്ന് പറയുമ്പോൾ എൻ്റെ വീടും എൻ്റെ സ്വന്തം വീടും കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ഞാൻ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇത് റെയിൽവേ സ്റ്റേഷനിൽ പോയി മിക്കവാറും എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും. അവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് എനിക്ക് അത് അവർ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരും, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇത് പറയുമ്പോ ഭയങ്കര എളുപ്പമാണ് എന്നിട്ടാ, പക്ഷെ നമ്മൾ ആ സെന്റൻസ് പറഞ്ഞിട്ട് ആ നമ്പർ പറയുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് വേറെ. ദോന്ന് പറയുമ്പോ വേറെ ടൈപ്പിലാണ് പറയുന്നത്, പിച്ചയെ മാറ്റാണ്. ഇത് പറയുമ്പോ ഫസ്റ്റ് ടൈം പറയുമ്പോ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻസും തന്നിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ പറയണം എന്നോ ഒന്നും തന്നിട്ടില്ല. സ്ക്രിപ്റ്റ് മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ റെയിൽവേയുടെ ഭാഗത്തുനിന്ന്. അത് ഞാൻ കേട്ടിരുന്നതിന്റെ ഒരു ശൈലി വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഒറ്റ ടേക്കിൽ ഓക്കേ ആയോ? അങ്ങനെ ചോദിച്ചാൽ നമ്പേഴ്സ് ഒക്കെ നമ്മൾ 0 മുതൽ 100 വരെ എടുത്തിട്ടുണ്ട്. 0 1 2 3 ഇങ്ങനെ എടുക്കുകയാണ്. അത് നമുക്ക് ചിലപ്പോൾ ടോൺ ചേഞ്ച് വരുന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ, അപ്പോൾ റീടേക്ക് ചെയ്യും. അല്ലാതെ അങ്ങനെ വല്ലാതെ നമ്മൾ റീടേക്ക് ഒന്നും പോയിട്ടില്ല. പല നമ്പറുകൾക്കും പല പല ടോൺ അല്ലേ കൊടുക്കുക? അത് വ്യത്യാസമുണ്ട്. കാരണം അവര് പറഞ്ഞു തരുമ്പോഴും ചിലപ്പോ നമുക്ക് ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ ടീച്ചർക്ക് നേരത്തെ കേട്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ, ഇൻസ്ട്രക്ഷൻസ് നേരത്തെ കിട്ടിയില്ല. അപ്പോ ഒരുപാട് പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഒരു രസമായിരുന്നു ചെയ്യാൻ, ഇഷ്ടം കൊണ്ടിട്ടാണ്. ഇത് എങ്ങനെ ഫസ്റ്റ് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എങ്ങനെ? ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ 2015 ഒക്കെ മുതൽ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോകാറുള്ള സ്റ്റുഡിയോയിൽ ഈ പാലക്കാട് ഡിവിഷനിൽ നിന്ന് അന്വേഷണം വന്നതാണ്, ഒരു ഫീമെയിൽ വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല സ്റ്റുഡിയോകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പം അങ്ങനെ എൻ്റെ അവിടെയുള്ള വോയിസ് അവർക്ക് കൊടുത്തു. പിന്നെ അവരുടെ സ്ക്രിപ്റ്റ് ഒരു സാമ്പിളായിട്ട് അയച്ചു തന്നു, നമ്മൾ ചെയ്ത് അയച്ചു കൊടുത്തു.
അതിൽ നിന്നാണ് സെലക്ഷൻ വന്നത്. ഇപ്പൊ ഫസ്റ്റ് ടൈം ഇത് നമുക്ക് കേൾക്കുമ്പോഴുണ്ടല്ലോ, ആദ്യമായിട്ട് നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കേൾക്കുമല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ചെയ്ത് ഇവരെപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലായിരുന്നു, നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ ശബ്ദം, അപ്പൊ അത് ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഞാൻ എൻ്റെ സൗണ്ട് എഞ്ചിനീയറെ വിളിച്ചു, ഇപ്പൊ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ പറഞ്ഞു ഞാനും കേട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചർ ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കാൻ പറ്റുമല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് മിക്കപ്പോഴും ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുമ്പോഴും ഈ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. മക്കളൊക്കെ എന്താ പറയുന്നത്? മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ നമ്മൾ പറയില്ലല്ലോ ഇപ്പൊ അടുത്തുള്ളവരുടെ അടുത്തൊന്നും ഞാനാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അമ്മയാണിത് ചെയ്തതെന്നൊന്നും അവർ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരിങ്ങനെ സ്വന്തമായി അഭിമാനിക്കുന്ന നമുക്ക് കാണാൻ പറ്റാറുണ്ട്. സുഖാണ്. ടീച്ചർ പാട്ട് ടീച്ചറാണ്. ഒരു പാട്ട് പഠിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. പാട്ട് പഠിച്ചു തീർച്ചയായും. ഞാനൊരു ഗസലിന്റെ കുറച്ച് ആയിക്കോട്ടെ. आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, आज जाने की जिद ना करो. അടിപൊളി. രാവിലെ തന്നെ ഗസല് കേട്ട് ഞാൻ തുടങ്ങി. നമ്മൾ ടീച്ചറിന്റെ അടുത്തേക്ക് വന്ന ഷൂട്ടിന്. അപ്പൊ രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷമായിട്ടാണ് തുടക്കം. ഇപ്പൊ നമ്മള് രാവിലെ ഒക്കെ ഇങ്ങനെ പോകുമ്പോ സമയം തെറ്റിയും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സമയം വൈകിയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ട്രെയിനൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ട്രെയിനൊക്കെ ഇങ്ങനെ പോയി എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, ഈ സ്പോട്ടിഫൈയും ഗൂഗിൾ മാപ്പിലൊക്കെ പറയുന്ന ചേച്ചി ഉണ്ടല്ലോ, അപ്പൊ ചേച്ചിനെയൊക്കെ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് അവരും ഈ പെണ്ണുമ്പോൾ എന്റെ വർത്താനം പറയാത്തെ ഇങ്ങനെയൊക്കെ. അപ്പം ട്രെയിനിലൊക്കെ നമ്മൾ കയറുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴേക്കും ടീച്ചറിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ അയ്യോ വൈകിപ്പോയി, ട്രെയിൻ വൈകി വരികയാണ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ടീച്ചറിനൊക്കെ ചീത്ത വിളിക്കണ കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ചീത്ത കേൾക്കല് മാത്രമല്ല, ഞാൻ ട്രെയിന് വരാറായി നിൽക്കുമ്പോണ്ട് എന്റെ അനൗൺസ്മെന്റ് പ്ലാറ്റ്ഫോം മാറി എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അതിൽപ്പരം വേറൊന്നും ഇല്ലല്ലോ. നമ്മൾ പിന്നെ ബാഗ് എടുത്തിട്ട് ലഗേജ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങി അവിടെ എത്തി. അപ്പോഴേക്കും ട്രെയിൻ അവിടുന്ന് വിട്ട് തുടങ്ങി. പിന്നെ ഓടിപ്പോയി കയറിയത് ഞാൻ മുമ്പിൽ കണ്ട ഒരു കമ്പാർട്ട്മെന്റ് കയറിയത് ഞാൻ ബുക്ക് ചെയ്യാത്തൊരു കമ്പാർട്ട്മെന്റ്. അവിടെ TTR ഉണ്ടായിരുന്നു. നമ്മളാണിത് അനൗൺസ് ചെയ്തതെന്നൊന്നും അവർക്കറിയില്ലല്ലോ. എനിക്ക് എൻ്റെ അടുത്ത് പിന്നെ മാറിക്കയറാനൊക്കെ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും പ്രിവിലേജ് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. ചിലര് ചോദിക്കുന്ന അതാണ്, നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ, ഫ്രീ ആണല്ലോ. നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെ, എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഒരു പ്രിവിലേജും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥയാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പോയിട്ട് എന്തെങ്കിലും കലോത്സവ വേദികളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെവിടെ ഇരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. കലോത്സവ വേദിയിലൊക്കെ ഇരിക്കുമ്പോ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. തിരിച്ചറിയുമ്പോ പിന്നെ അടുത്തത് പിന്നെ അത് പറഞ്ഞ് അടുത്തൊരു ഇന്റർവ്യൂവിനുള്ള വകുപ്പാണ് അവിടെ ഉണ്ടാവുക. മിക്കവാറും കലോത്സവങ്ങളിൽ പോയാൽ ഒരു 2-3 ഇന്റർവ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുള്ള ഇപ്പൊ ഗുണങ്ങൾ ഉണ്ടാവും ഒരുപാട്. അപ്പൊ ഇപ്പം മോഡുലേഷൻ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വഴക്കി എടുക്കാനായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ ടീച്ചർ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ മോഡുലേഷൻ
എന്ന് പറയുന്നത് കിട്ടിയത് എനിക്ക് ഈ പറഞ്ഞതുപോലെ ആഡുകളൊക്കെ ചെയ്തതിൽ നിന്നായിരിക്കും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും. പിന്നെ പണ്ട് കഥാപ്രസംഗമൊക്കെ പറയുമായിരുന്നു. കഥാപ്രസംഗവും ഡാൻസ്, പാട്ട്, കഥാപ്രസംഗം, കവിത എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഈ കഥാപ്രസംഗമൊക്കെ ഒരു പരിധിവരെ നമ്മളെ മോഡുലേഷനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണല്ലോ കഥാപ്രസംഗം. അപ്പോൾ അതിൽ നിന്നായിരിക്കണം എനിക്ക് അങ്ങനെയുള്ള, എനിക്കിഷ്ടമായിരുന്നു ഈ വാർത്ത വായിക്കുന്നതും. പണ്ട് ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം മുതൽ തന്നെ ഈ മോഡുലേറ്റ് ചെയ്ത് വായിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നോക്കാറുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും പറയുന്നതും അങ്ങനെ സംഭാഷണങ്ങളൊക്കെ വരുമ്പോൾ ആ ശൈലിയിൽ തന്നെ പറയാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും റിസൾട്ട് വരും ഉറപ്പായിട്ടും. ഇപ്പൊ ഈ നമ്പേഴ്സ് പറയുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റൻസിന്റെ ഇടയ്ക്ക് ആ നമ്പർ വരുമ്പോ അത് കുറച്ച് വ്യത്യാസമുണ്ട്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മള് ഇപ്പോ ഒരേ ശൈലിയിൽ പറയുമ്പോ ബോറടിക്കും കേൾക്കാൻ. ഒന്ന് പ്രേക്ഷകർക്ക് ബോറടിക്കും, പിന്നെ ഒന്ന് പറയുന്നത് നമുക്ക് ബോറടിക്കും. അപ്പൊ എങ്ങനെ അപ്പൊ ഒന്ന് മാറ്റും. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ 1 2 3 4 5 6, ആ 6 ഇപ്പോഴും ശ്രദ്ധിച്ചാൽ എന്റെ വോയിസിൽ 6 ഇങ്ങനെ മേലെ കിടക്കാണ്. 7 അത് ഇങ്ങനെ നമ്മളായിട്ട് മാറ്റുകയാണ്. നമുക്ക് മാറ്റാം. നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറയാവൂന്നോ ഇങ്ങനെ പറയണമെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. തന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ അതെങ്ങനെയാ അപ്പൊ പറയുമ്പോ പേടി തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവോ? അങ്ങനെ ഇല്ല, നമുക്ക് അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവരത് കേട്ടിട്ട് അത് റിജക്ട് ചെയ്ത് നമുക്ക് അതൊന്നുകൂടെ പറയണം എന്ന് പറഞ്ഞിട്ട് പറയും. അത് ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. വന്നത് ചില സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ കേൾക്കാത്ത സ്ഥലങ്ങൾ, കേരളത്തിലെ മാത്രമല്ലല്ലോ, ഞാൻ സദേൺ റെയിൽവേയുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, അപ്പൊ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളുടെ പേര് നമ്മൾ കേൾക്കാത്ത സ്ഥലത്തിന്റെ പേരൊക്കെ അല്ലേ വരിക. അപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലക്കാട് PALAKKAD നമ്മൾ പാലക്കാട് എന്ന് വായിക്കാം, പാലക്കാട് എന്ന് വായിക്കാം, പലക്കഡ് എന്ന് വായിക്കാം. അപ്പൊ നമുക്കറിയുന്നത് പോലെ നമ്മൾ ആദ്യം വായിക്കും കേൾക്കാത്ത സ്ഥലം. അപ്പൊ അത് അയച്ചു കഴിയുമ്പോ അതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവര് തിരുത്തി പറയും. അങ്ങനെ കുറെ സ്ഥലപ്പേരുകൾ അങ്ങനെ തിരുത്തി പറയേണ്ട എന്തെങ്കിലും വന്നിട്ടുണ്ട്. തിരിച്ചു വിളിച്ചിട്ട് പിന്നെയും ഇല്ല, തിരിച്ചു വിളിക്കുന്ന ഇല്ല, അങ്ങനെയില്ല. അത് നമ്മൾ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് അവര് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് 1 മാസം എടുത്തു ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ആണല്ലേ? എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാവും? അപ്പൊ 1 മാസം കംപ്ലീറ്റ് ചെയ്തു. 1 മാസം കംപ്ലീറ്റ് എന്ന് പറയുമ്പോ ഡെയിലി പോയിട്ട് ചെയ്തു. ഡെയിലി ഒരു 10 o'clock കയറും, ഒരു 5:30 ഒക്കെ ആകുമ്പോ ഇറങ്ങും. ഒരു ദിവസം ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം എത്ര മണിക്കൂർ അല്ലേ? ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അന്ന് ടീച്ചർ ആയിരുന്നില്ലേ? അന്ന് ഞാൻ ഈ സ്കൂളിലായിരുന്നില്ല, ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതെ. പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ അന്ന് എനിക്ക് ഡെയിലി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കലോത്സവങ്ങൾക്ക് മാത്രം പോയാൽ മതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തു. ഓക്കെ. രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് നമ്മൾ കേൾക്കേണ്ടി വന്ന ഒരു കാര്യം ചോദിച്ചല്ലോ, അത് ഷൊർണൂരിൽ നിന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും വെയിറ്റ് ചെയ്യാണ്, എൻ്റെ കൂടെ കുറെ സ്റ്റുഡൻസും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. കുറേ കുട്ടികളുണ്ട്. അപ്പൊ അവര് വീക്കെൻഡാണ്, അവര് എങ്ങോട്ടോ പോവാണ്, ഒരു പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവുമായിരിക്കും. അപ്പൊ ഞാനും കയറേണ്ട ട്രെയിനിലാണ് അവര് കയറേണ്ടത്. ആ ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പൊ അത് ഡൽഹിയിലേക്കുള്ള ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പാസ് ചെയ്യാറായി, വെയിറ്റ് ചെയ്ത് അവസാനം പാസ് ചെയ്യാറായി. ആ സമയത്ത് എൻ്റെ അനൗൺസ്മെന്റ് വന്നു, ഇങ്ങനെ ഇത് പോവുകയാണ്, യാത്രക്കാർക്ക് ശുഭയാത്ര നേരുന്നു, അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നു. അപ്പോൾ അതൊക്കെ വളരെ പ്ലസന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ സ്റ്റുഡിയോയിലിരുന്ന് പറയുന്നത് ഞാനിങ്ങനെ ഓർക്കുവാണ്. അതിങ്ങനെ എൻ്റെ മുഖത്തും അന്ന് സൗണ്ട് എഞ്ചിനീയർ പറയായിരുന്നു, ഇതൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞാലേ കേൾക്കുന്നവർക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് വരുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ സ്റ്റുഡിയോയിലാണ് അതിങ്ങനെ ഓർത്തോണ്ടിരിക്കുമ്പോ, ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങളുടെ ശുഭയാത്ര എന്ന് പറഞ്ഞിട്ടോ അവിടെ ഭയങ്കര ചീത്ത. അവരെല്ലാരും കൂടെ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കാൻ തുടങ്ങിട്ടോ അവരുടെ ഒരു ശുഭയാത്ര എന്ന് പറഞ്ഞു.
അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ ഞെട്ടിത്തെറിച്ചു. ഈ ഹസ്ബൻഡൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും നിന്റെ സൗണ്ട് വരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. ഫാമിലി ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഈ ഒരു കാര്യത്തില്. ഇപ്പൊ എന്തെങ്കിലും ഒക്കെ തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു അവരുടെ എന്തെങ്കിലും വർക്ക് ഒക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അവിടെ നമുക്ക് ശരിയാക്കായിരുന്നു, ഇവിടെ പാടിയപ്പോ ശരിയാക്കായിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് നമ്മൾക്ക് സെന്റൻസ് ആയിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. ആദ്യം നമ്പേഴ്സ് മാത്രം എടുക്കുന്നു, പിന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു, വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, മണിക്ക് മണി, ഇങ്ങനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അവരിങ്ങനെ മാറ്റി മാറ്റി ഇടുകയാണ്. അപ്പൊ നമ്മൾക്ക് ഒരു സെന്റൻസ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വോയിസിന്റെ ടോണും ഇതിങ്ങനെ എപ്പോഴൊക്കെയോ എടുത്ത സാധനങ്ങൾ ചേർക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം അവിടെ ഇവിടെ ചേരാത്ത പോലെ. അതാ ആലപ്പുഴ വഴി എന്നൊക്കെ കേൾക്കാം. കേട്ടില്ലേ? അതൊക്കെ നമ്മള് ഏതോ ദിവസം ആലപ്പുഴ എടുത്തിരിക്കുകയാണ്, വഴി വേറൊരു ദിവസം എടുത്താ അതിങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള അരോചകമുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊക്കെ ആദ്യമേ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എടുത്തു പോകുന്നത്. അപ്പോ അങ്ങനെ എടുത്താൽ ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ ടോണും പിച്ചും ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വരുന്നേന്ന് അന്ന് ഞാൻ ആലോചിച്ചിരുന്നു. കുറച്ച് വിവരമില്ലായിരുന്നു. പിന്നെ ഒരു ചെറിയ മോള്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോള് അന്ന് പണ്ട് 2017-18 ആ കാലത്ത് അവളുടെ ട്രെയിനിൽ വരുമ്പോ ഇങ്ങനെ അവള് പറഞ്ഞു കൊടുത്തു, മോളെ നമ്മുടെ ഷിജനാൻറ്റിയാണ് ഇത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ പിന്നെ അവളുടെ സംശയം, അതെങ്ങനെ നമ്മൾ ഒരു സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഷിജനാൻറ്റി ഇവിടെ എത്തുന്നത്, അവിടെ പോയി അവിടെ വന്നിട്ട് പറയും. കുട്ടികളെ പറഞ്ഞങ്ങനെ പറ്റിക്കാറുണ്ട് ആരെങ്കിലും, ഫ്രണ്ട്സ് ഒക്കെ? പറ്റിക്കാറൊന്നുമില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം, റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, അതിങ്ങനെ എല്ലാ സ്റ്റേഷനിലും ഇടുവാണ്. എനിക്ക് തോന്നുന്നു അത് പുറത്ത് വന്നത് ഈ ഇന്റർവ്യൂസിലൂടെയാണ്. ഇങ്ങനെയാണ് റെയിൽവേയുടെ അനൗൺസ്മെന്റ് എന്ന് മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സന്തോഷം അതില്. കാരണം എന്താ വെച്ചാൽ എല്ലാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ, വളരെ പുതുമയായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഇപ്പൊ ഇന്റർവ്യൂസ് കുറെ വന്നത് കൊണ്ട് ഏകദേശം ധാരണ ആൾക്കാർക്കുണ്ട്. ഇപ്പൊ കാസർഗോഡ് മുതല് പാലക്കാട് ഡിവിഷൻ വരെയാണല്ലോ. പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ളതാണ്. അവിടെയാണ് ഇപ്പൊ എന്റെ വോയിസ് വരുന്നത്. അപ്പോ വേറെ തമിഴ്നാട്ടിലെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിത് എല്ലാവിടെയും പോകുന്നില്ലല്ലോ, എല്ലായിടത്തും പോയി കേൾക്കണം തോന്നാറില്ല. എനിക്ക് തോന്നാറുണ്ടായിരുന്നു എവിടെയൊക്കെ ഉണ്ട് എന്നറിയാനായിട്ട്. പക്ഷെ ഞാൻ കാസർഗോഡ് കലോത്സവം നടന്ന സമയത്ത് ഞാൻ തന്നെ കേട്ടിരുന്നു. കാസർഗോഡ് വരെ പോയപ്പോ കേട്ടായിരുന്നു. എറണാകുളം ഡിവിഷനിലും ഏതൊക്കെയോ സ്റ്റോപ്പുകളില് ഇടയിലൊക്കെ വരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പറയാട്ടോ എറണാകുളത്ത്. ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെ കുറച്ചുകൂടി നമ്മുടെ വോയിസ് വ്യാപിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഓൾറെഡി റെക്കോർഡറാണ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാലക്കാട് ഡിവിഷനിൽ തന്നെ ഓരോ സ്ഥലത്ത് മെല്ലെ മെല്ലെയാണ് അവർ ഇട്ട് തുടങ്ങിയത്. തിരൂർ, താനൂർ പോലെയുള്ള ചെറിയ സ്റ്റേഷനുകളിലായിരുന്നു ആദ്യം ഇട്ട് തുടങ്ങിയത്. പിന്നെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വ്യാപിപ്പിച്ച് വന്നത്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഇടുവോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് വിളിച്ചിട്ട് നമ്മള് ചെന്നൈ സെൻട്രലിന്റെ പേര് മാറ്റിയിരുന്നു. പുരട്சி தலைவர் ഡോക്ടർ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരേ വോയിസ് വരാൻ വേണ്ടി. ടീച്ചറുടെ പോലെ തന്നെ വേറെ ഏതെങ്കിലും ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിലല്ല, എന്നെ ഇത് വന്നതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റിയ വലിയൊരു ഡബിങ് ആർട്ടിസ്റ്റാണ് ശ്രീജ ചേച്ചി. ശ്രീജ ചേച്ചി ഞാൻ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ദേവി, അവരൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ വന്നത് ഇതുവഴിയാണ്. ഇങ്ങനെ പിന്നെ ഈ വോയിസ് വന്നതിന് ശേഷം എനിക്ക് എന്റെ പഴയ ഒരുപാട് സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടി. എല്ലാരും വരുന്നുണ്ടാവും അല്ലേ? ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി. പിന്നെ അങ്ങനെയുള്ള കണക്ഷൻസ് വന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. പഴയ ഒരുപാട് ബന്ധങ്ങളെല്ലാം തിരിച്ചു വന്നു. അത് ശരിക്കും മീഡിയയിൽ കൂടെ കുറച്ചുകൂടി വന്നേ പിന്നെയല്ലേ? കാരണം മറ്റത് വോയിസ് മാത്രല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല.
പിന്നെ ഈ ഫ്ലവേഴ്സ് ചാനലിൽ വന്നു, അതിനുശേഷം യൂട്യൂബുകളിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാനാണ് ചെയ്തത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുന്നവര്, ഷൊർണൂർ വർക്ക് ചെയ്യുന്നവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഫ്ലവേഴ്സ് ചാനലിൽ വരുന്നതിന് മുമ്പ് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, മലയാള മനോരമയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴാണ് ഞാനിങ്ങനെ ഞാനാണ് കേട്ടോ എന്ന് പറഞ്ഞത്. പിന്നെ സത്യം, വെറുതെ എന്തേലും പറയണ്ട. അവരങ്ങനെയായിരുന്നു പ്രതികരിച്ചത്. ഇപ്പൊ ഈ മീഡിയ വഴി വന്നേ പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവിടെ ഇവിടെ ഒക്കെ പോയ ഒരു ചെറിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആയില്ലേ, ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയുമ്പോ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡബിങ് ആർട്ടിസ്റ്റ്, നമ്മുടെ ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ടു പരിചയമുണ്ട്, അറിയാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ എന്തോരം അതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് വേറെ തന്നെ കാര്യമാണ്. കാരണം അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഇമോഷനും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ഡെപ്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഡബിങ് ആർട്ടിസ്റ്റിനാണ് കഴിയുള്ളൂ. ആ ഡബ് ചെയ്യുന്ന ടൈമിലാണ് അതിനകത്ത് ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഒരു അഭിനേത്രി അത്ര അങ്ങോട്ട് അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഡബിങ് ആർട്ടിസ്റ്റിന് അത് മേലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദേവി ചേച്ചിയുടെയൊക്കെ ഓരോ കാര്യങ്ങളും, എന്താ പറയാ, അവരുടെ ഓരോ ഡബിങ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ടീച്ചർ ഇങ്ങനെ നോക്കി കാണാറുണ്ടോ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ? അത് ടീച്ചർക്ക് എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? ശ്രീജ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്തും വഴങ്ങുന്ന ഒരാളാണ്. എന്തും വഴങ്ങുന്ന, കുഞ്ഞുങ്ങളുടെ ശബ്ദമായാലും എന്തായാലും വഴങ്ങുന്ന ഒരാളാണല്ലോ ശ്രീജ ചേച്ചി. ദേവി എന്ന് പറയുന്നത്, ഞാന് ഒരു കുടയും കുഞ്ഞു പെങ്ങൾ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു പണ്ട് ദൂരദർശനില്. അന്ന് മുതൽ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ദേവി. ആ ശബ്ദവും ആ എന്തോ അവരുടെ അഭിനയം ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ശ്രദ്ധിക്കും, എല്ലാവരുടെയും ശബ്ദങ്ങളും അവരുടെ മോഡുലേഷനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഈ മേഖലയോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആറാട്ട് സിനിമയില് അതിലുള്ള ഒരു ട്രെയിൻ അനൗൺസ്മെന്റ് ഞാനാണ് ചെയ്തത്. അത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഇവിടുന്ന് ചെയ്ത് അയച്ചു കൊടുക്കുക ചെയ്ത് ചെന്നൈയിലോട്ട്. ഇവിടുന്ന് ചെയ്തത് സൗണ്ട് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി ചെയ്തിട്ട് മെയിൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇന്നത് വേണം, ഇന്ന പോലെ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് തന്നു, എന്നിട്ട് പറഞ്ഞു ഇവിടെ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ ചെയ്ത് കൊടുക്കാം. ഒറ്റ ടേക്കിൽ ഓക്കെ. അതൊക്കെ സിമ്പിൾ അല്ല, ഞാൻ എത്ര കണ്ടിരിക്കുന്നതൊക്കെ. ഇനി നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടിയിട്ട് ടീച്ചർ വീണ വായിക്കൂട്ടോ, അതും കൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതും കൂടെ കേൾപ്പിച്ചിട്ട് ഞാൻ പോളൂ ഇവിടെ. ഞാൻ എഴുതിയ പാട്ട്, എഴുതി കമ്പോസ് ചെയ്ത പാട്ട്. മഴമേഘമേ പൊഴിയാതെ പോകയോ, മഴമേഘമേ പൊഴിയാതെ പോകയോ, ഉണരാൻ കൊതിച്ചു ഞാൻ കാത്തിരുന്നു, നീ തഴുകുന്നൊരോർമ്മയിൽ മയങ്ങിടുന്നു, മഴമേഘമേ പൊഴിയാതെ പോകയോ, മഴമേഘമേ പൊഴിയാതെ പോകയോ. അടിപൊളി. ഇനി സിനിമയിലേക്കൊക്കെ പ്രതീക്ഷിക്കാമോ നമുക്ക്? ഇങ്ങനെ വിളിച്ചാ പോവും, വിളിച്ചാ ഞാൻ പോകും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ അങ്ങനെ ഹോൾഡുകൾ ഒന്നും ഇല്ല, അങ്ങനെ അങ്ങോട്ട് പോയി പറഞ്ഞ് ചെയ്യാനൊന്നും നമുക്ക് അറിയില്ല. നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ തേടി വരുന്നു. അതെ, അത്രേ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ തേടി. അതെ, ഓക്കെ. നമുക്ക് ആ വീണ തീർച്ചയായും.
മൃദു പാളി വനരുഹലോ ചനുറാണി സുരുചിരപം വരവേണി സുരനൂത കല്യാണി ശുഭ ഗുണലോല നിരത ജയ പ്രദശീല വരദ പ്രിയ രംഗനായകി വാഞ്ചിത ഫല ദായകി സന ജനനി ജയ 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 ജയ. എന്റെ ടീച്ചർമാരൊന്നും കേൾക്കണ്ടോ? അപ്പൊ ടീച്ചറെ ഒരുപാട് നന്ദി. നല്ല അടിപൊളിയായിട്ട് പാട്ടും കേൾക്കാൻ പറ്റി, നല്ല സുഖമായിട്ട് വീണ വായിക്കുന്നതും കേൾക്കാൻ പറ്റി, വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു. ഓക്കെ, അപ്പോ കാസർഗോഡ് മുതല് പാലക്കാട് വരെയാണ്. ഇനി അങ്ങ് കേരളം മൊത്തം വ്യാപിക്കട്ടെ ആ ഒരു വോയിസ് ഒക്കെ. ഇപ്പൊ ടീച്ചർ പാട്ട് പാടുന്നത് മാത്രം, ഡബിങ് ആർട്ടിസ്റ്റ് മാത്രല്ല, എന്താ പറയാ, പാട്ട് എഴുതുന്നുണ്ട്, കമ്പോസ് ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ ഈ അടുത്ത് സംസ്ഥാന തലത്തിലുള്ള ഒരു ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് KSTയുടെ ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ തീം സോങ് ഞാനാ ചെയ്തത്. എഴുതുകയും കമ്പോസ് ചെയ്തതും ഞാനാണ്. എൻ്റെ മോളാണ് പാടിയത്. അടിപൊളി. അങ്ങനെ ആയിരുന്നു. അപ്പം ഞാൻ കൂടുതൽ ഇപ്പൊ അതിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഇനിയിപ്പോ കുറച്ചങ്ങോട്ട് ഇറങ്ങാണല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും. ഇനി അങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇങ്ങനെ ഇരിക്കില്ല, അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഞങ്ങള് നേരത്തെ ചോദിച്ചു ടീച്ചറിന് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ വരവീണൊക്കെ ഞാൻ എന്താ പറയാ നമ്മൾ ഈ മറ്റേ എഴുത്തിനിരിക്കുന്ന ആ ഒരു സമയമല്ലേ, അപ്പൊ മാത്രമേ പാടാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നു. ഇപ്പൊ അത് കേൾക്കാൻ പറ്റിയപ്പോ വലിയ സന്തോഷമായി എനിക്ക്. അപ്പൊ എന്താ പറയാ, ടീച്ചർക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ഇരുത്തി വായിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു.